ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് അനഘയെ ഹരീഷ് വിളിക്കുന്നതാണ്. അന്ന് ക്ഷേത്രത്തിൽ വന്നെങ്കിലും കാണാൻ പറ്റിയില്ലല്ലോ എന്ന് അനഘ പറയുമ്പോൾ, രണ്ട് പെൺകുട്ടികൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഞാൻ കണ്ടിരുന്നെന്നും പക്ഷേ രണ്ടുപേരും സുന്ദരിയായിരുന്നു, താൻ ഏതാണെന്ന് എനിക്ക് മനസ്സിലായില്ലെന്നും ഹരീഷ് പറയുന്നു. ഞാൻ എൻ്റെ അമ്മയോടും അനിയത്തിയോടുമൊക്കെ തന്നെ കണ്ടിട്ട് വരുമെന്നാണ് പറഞ്ഞത്, പക്ഷേ നിരാശയായി പോയല്ലോ ഫലം. എനിക്ക് തന്നെ ഒന്ന് ഒറ്റയ്ക്ക് കണ്ടാൽ കൊള്ളാമായിരുന്നു, കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നൊക്കെ ഹരീഷ് പറയുമ്പോൾ താൻ വരാമെന്ന് സമ്മതിക്കുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ്. അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നു. സച്ചിയേട്ടൻ ആഹാരം കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ചപ്പാത്തി കഴിച്ചെന്ന് സച്ചി പറയുന്നു. വീട്ടിൽ നിന്നാണോ ആരാ ഉണ്ടാക്കിയതെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അല്ല, ഞാൻ പുറത്തുനിന്നാണ് കഴിച്ചതെന്ന് സച്ചി പറയുന്നു. പിന്നെ ജനലൊക്കെ അടയ്ക്കണം, മറക്കരുതെന്ന് അർച്ചന പറയുമ്പോഴാണ് ലച്ചുവിൻ്റെ മുറിയുടെ ജനൽ തുറന്നു കിടക്കുന്നത് സച്ചി ശ്രദ്ധിക്കുന്നത്. തുടർന്ന് സച്ചി ജനൽ അടയ്ക്കുമ്പോൾ അർച്ചന പറയുകയാണ്, സച്ചിയേട്ടൻ ജനൽ അടച്ചില്ലായിരുന്നു അല്ലേ? സച്ചിയേട്ടൻ എന്നോട് എന്തെങ്കിലും മറക്കുന്നുണ്ടോ, എന്നോട് എന്തെങ്കിലും കള്ളം പറയുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അങ്ങനെയൊന്നുമില്ലെന്നും എല്ലാം തനിക്ക് തോന്നുന്നതാണെന്നും സച്ചി പറയുന്നു. എന്നാൽ ഇനിയും താമസിക്കേണ്ട, കിടന്നോളാൻ പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. ഹരീഷ് വിളിച്ച കാര്യങ്ങളെല്ലാം തന്നെ അനഘ സ്നേഹയോട് പറയുന്നതാണ് കാണിക്കുന്നത്. ഒറ്റയ്ക്ക് വരാനും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്നും ഹരീഷ് പറഞ്ഞിട്ടുണ്ടെന്ന് അനഘ പറയുമ്പോൾ, നീ ഒറ്റയ്ക്ക് പോയാൽ ശരിയാകില്ലെന്ന് സ്നേഹ പറയുന്നു. നമുക്ക് രണ്ടുപേർക്കും കൂടി പോകാം, പക്ഷേ അവൻ്റെ മുന്നിൽ നീ പ്രത്യക്ഷപ്പെടേണ്ട. ഞാൻ നീയാണെന്ന് പറഞ്ഞ് പോകാം. നിനക്ക് ലോകപരിചയം കുറവാണല്ലോ, എങ്ങനെയുണ്ടെന്ന് ഞാൻ എന്നിട്ട് പറയാം. നീ വേണമെങ്കിൽ ദൂരെ നിന്ന് കാഴ്ച കണ്ടാൽ മതി. ഞാൻ അവനെ തഞ്ചത്തിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, എന്നിട്ട് അവനെ ഓക്കെ ആണെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാമെന്ന് സ്നേഹ പറയുമ്പോൾ, ഈ ആൾമാറാട്ടമൊക്കെ അവൻ ഇഷ്ടപ്പെടുമോ എന്ന് അനഘ ചോദിക്കുന്നു. ഇതൊക്കെ നടക്കുമോ എന്ന് അനഘ ചോദിക്കുമ്പോൾ, നീ എന്താണെങ്കിലും അവനെ വിളിച്ച് നാളെ രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് കാണാമെന്ന് പറയാനും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് എന്നിട്ട് നോക്കാമെന്നും സ്നേഹ പറയുന്നു. തുടർന്ന് അതിന് സമ്മതം പറയുകയാണ് അനഘ. പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. മൂർത്തി പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, അതേയെന്നും ഇന്നലെ രാത്രി മുഴുവൻ സച്ചി ലക്ഷ്മിക്കരികിലായിരുന്നെന്നും സത്യമായ കാര്യമാണെന്നും മൂർത്തി പറയുന്നു. എന്നാലേ ഇപ്പൊ തന്നെ അർച്ചനെ വിളിച്ച് കാര്യം അങ്ങ് അവതരിപ്പിച്ചേക്കാം. ചെറിയൊരു വിത്തിട്ട് കൊടുത്താൽ മതി, അതോടെ അവളുടെയും സച്ചിയുടെയും ബന്ധത്തിൽ ഒരു വിള്ളൽ വീണോളും. അത്രയും പറഞ്ഞുകൊണ്ട് അവന്തിക അർച്ചനയുടെ ഫോണിലേക്ക് വിളിക്കുന്നതാണ് കാണിക്കുന്നത്. നിനക്ക് സുഖമാണോടിയ അവന്തിക ചോദിക്കുമ്പോൾ, അതറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തിനാണെന്ന് അർച്ചന ചോദിക്കുന്നു. അല്ല, നിന്റെ ഭർത്താവിന് സുഖമൽപ്പം കൂടുതലാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നു, അതിനെക്കുറിച്ച് നീ വല്ലതും അറിഞ്ഞിരുന്നോ എന്നറിയാൻ വേണ്ടിയാ ഞാനിപ്പോൾ വിളിച്ചത്. നീയേ അവിടെ പെറ്റി കിടക്കുകയല്ലേ, അതുകൊണ്ട് നിന്റെ ഭർത്താവ് എന്ത് കാണിച്ചാലും നീ അറിയാൻ പോകുന്നില്ലല്ലോ. ദേ, നിങ്ങൾ എൻ്റെ ഭർത്താവിനെ കുറിച്ച് അനാവശ്യം പറയാൻ നിൽക്കരുതെന്ന് അർച്ചന പറയുമ്പോൾ, എന്നിട്ട് നിന്റെ സ്നേഹനിധിയായ ഭർത്താവ് എവിടെയെന്ന് അവന്തിക ചോദിക്കുന്നു. ഇപ്പോൾ നിന്റെ ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവ് എവിടെയാണെന്ന് നിങ്ങൾ അറിയേണ്ട കാര്യമില്ലെന്ന് അർച്ചന പറയുന്നു. ഇന്നലെ രാത്രി നിന്റെ ഈ പറയുന്ന ഭർത്താവ് എവിടെയായിരുന്നെന്ന് നിനക്കറിയാമോ? നീ ഒന്ന് ഞെട്ടിയെന്ന് എനിക്ക് മനസ്സിലായി. എന്നാലേ നീ ഈ പറയുന്ന നിന്റെ ഭർത്താവ് ഉണ്ടല്ലോ, ഇന്നലെ രാത്രി മുഴുവൻ ഏതോ ഒരു പെണ്ണിൻ്റെ കൂടെ അവളുടെ വീട്ടിലായിരുന്നെന്നാ ഞാൻ കേട്ടത്. ഇത് കേൾക്കുന്ന അർച്ചന ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. കൊള്ളാം, ഇതിലും വലിയ നുണ ഈ നൂറ്റാണ്ടിൽ കേൾക്കാനില്ല, ഒന്ന് വെച്ചിട്ട് പോകാമോ? നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല അർച്ചനെ. ഞാൻ പറഞ്ഞത് സത്യമാണോ എന്ന് നീ അവനെ തന്നെ വിളിച്ച് ചോദിക്ക്. അല്ല, ഇന്നലെ രാത്രി എപ്പോഴെങ്കിലും നീ അവനെ വിളിച്ചായിരുന്നോ എന്ന് അവന്തിക ചോദിക്കുമ്പോൾ, സന്ദീപിനെയും സച്ചിയെയും വിളിച്ച കാര്യമെല്ലാം തന്നെ അർച്ചന ഓർക്കുകയാണ്. എന്താണെങ്കിലും കേട്ടത് സത്യമാണോ എന്നൊന്നും എനിക്കറിയില്ല, നീ ഒന്ന് അന്വേഷിച്ച് നോക്ക്. എൻ്റെ ഭർത്താവിനെ കുറിച്ച് ഇങ്ങനെ പറയാൻ നിങ്ങൾക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? 7 വർഷമല്ലേ നിങ്ങൾ നിന്റെ ഭർത്താവിനെ കെട്ടിയിട്ട് പീഡിപ്പിച്ചത്. എൻ്റെ സച്ചേട്ടൻ എന്നോട് അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അഥവാ സച്ചേട്ടൻ അങ്ങനെ എന്തെങ്കിലും ചെയ്താലേ ഞാൻ സഹിച്ചു. നിങ്ങൾ മേലിൽ എന്നെ ഇക്കാര്യം പറഞ്ഞ് വിളിക്കരുത്, വെച്ചിട്ട് പോകാൻ പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുന്നു. തുടർന്ന് അവന്തിക മൂർത്തിയോട് പറയുകയാണ്, മതി, സംശയത്തിന്റെ ഒരു തീപ്പൊരി അവളുടെ മനസ്സിൽ ഇതിനോടകം തന്നെ വീണ് കഴിഞ്ഞിട്ടുണ്ട്. അർച്ചനയല്ല, അവളെക്കാൾ വലിയ സാവിത്രിയാണെങ്കിലും ഈ നിമിഷം മുതൽ ഭർത്താവിനെ സംശയിച്ചു തുടങ്ങിക്കാണും. പിന്നീട് കാണിക്കുന്നത് അവന്തിക പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ ഇരിക്കുന്ന അർച്ചനയാണ്. തുടർന്ന് അർച്ചന ആതിരയെ വിളിക്കുന്നു. എന്താ ചേച്ചി, എന്തുണ്ട് വിശേഷമെന്ന് ആതിര ചോദിക്കുമ്പോൾ, അല്ല, ഞാനൊരു കാര്യം അറിയാനാണ് വിളിച്ചത്. സച്ചേട്ടൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, നീ ഒന്ന് കൊടുക്കാമോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ, അതിന് സച്ചേട്ടൻ ഇന്നലെ രാത്രി വീട്ടിൽ വന്നില്ലല്ലോ എന്ന് ആതിര പറയുന്നു. എന്താ ചേച്ചി, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആതിര ചോദിക്കുമ്പോൾ, ഒന്നുമില്ലെന്നും ഞാൻ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന കോള് കട്ട് ചെയ്യുന്നു. സച്ചേട്ടൻ എന്നിൽ നിന്നും എന്തോ മറക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന സച്ചിയുടെ ഫോണിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. തുടർന്ന് സച്ചിയുടെ ഓരോ പെരുമാറ്റത്തെക്കുറിച്ചും അർച്ചന ആലോചിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നെല്ലിശ്ശേരിയിലേക്ക് പോയില്ലെങ്കിൽ ഇനി ശരിയാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് അർച്ചന ബാഗിലേക്ക് തന്റെ തുണികളെല്ലാം എടുത്തു വെക്കുന്നതാണ് കാണിക്കുന്നത്. അതേസമയം മീര മുറിയിലേക്ക് ചെല്ലുകയാണ്. ഇതെന്താ ബാഗൊക്കെ എന്ന് മീര ചോദിക്കുമ്പോൾ,
ഞാനും കുഞ്ഞും കൂടി ഇന്ന് തന്നെ നെല്ലിശ്ശേരിയിലേക്ക് തിരികെ പോവുകയാണെന്ന് അർച്ചന പറയുന്നു. തുടർന്ന് മീര ഇത് ചെന്ന് കമലയോടും അനൂപിനോടും ഒക്കെ പറയുന്നു. അതിനവളുടെ ചികിത്സ പോലും തുടങ്ങിയിട്ടില്ലല്ലോ, അവൾ ഇപ്പോഴേ എങ്ങോട്ടേക്കാ പോകുന്നതെന്ന് അനൂപ് ചോദിക്കുമ്പോഴേക്കും റെഡിയായി കുഞ്ഞിനെയും എടുത്ത് ബാഗും കൊണ്ട് പുറത്തേക്ക് വരികയാണ് അർച്ചന. അർച്ചനയെ കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.